ഒന്ന് പോകണം. ശ്രീജിത്ത്, കോട്ടയത്തെ സാഹചര്യം എങ്ങനെയാണ്? കൊച്ചിയിലെ കാര്യങ്ങൾ നവമി പറഞ്ഞു. കോട്ടയത്ത് മഴയുണ്ടായിരുന്നു, വെള്ളക്കെട്ടുണ്ടായിരുന്നു, നദികളിലൊക്കെ വെള്ളം ഉയരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടി വ്യത്യസ്തമാണോ കാര്യങ്ങൾ? രഞ്ജിത്ത്, ഒരല്പം മഴ മാറി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ അതാണ് സാഹചര്യം. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ ചാറ്റൽ മഴകൾ ഉണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് രാവിലെ നല്ല തെളിച്ചമുള്ള കാലാവസ്ഥ തന്നെയാണ് കോട്ടയത്ത് ഉള്ളത് എന്ന് തന്നെയാണ് മലയോര മേഖലയിൽ നടക്കം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അതുതന്നെയാണ്. ഏതാണ്ട് 400ഓളം പേർ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ മഴ, കിഴക്കുണ്ടായ വെള്ളം, അത് ഇന്നലെയൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ നദിയിലെ വെള്ളം ഇറങ്ങി താഴേക്ക് ഒഴുകി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കോട്ടയത്തിന്റെ ഒരു പ്രത്യേകത സ്വാഭാവികമായി അങ്ങനെയാണ്. കുട്ടനാടിന് സമാനമാണ്. ഈ അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഉൾപ്പെട്ട കോട്ടയം താലൂക്കിലെയും വൈക്കം താലൂക്കിലെയും നിരവധി ഇടങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അങ്ങനെ വൈക്കത്തും കോട്ടയത്തുമാണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകളുള്ളത്. ആകെ 17 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ പ്രവർത്തിക്കുന്നത്. അതൊരു ചെറിയ കണക്കാണ് സാധാരണ നിലയിൽ നോക്കുമ്പോൾ. സാധാരണ ഒരുപാട് 50,000-ഓളം ആളുകൾ വരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ കഴിയുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാൽ ഇപ്പോൾ വളരെ ചെറിയൊരു സംഖ്യയാണ്. 400 പേർക്ക് അടുത്ത് മാത്രമാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. എന്തായാലും ഇന്ന് ഇടയ്ക്ക് മഴ മാറി നിൽക്കുന്നതാണ് രഞ്ജിത്ത് വലിയൊരു ആശ്വാസമായി മാറുന്നത്. കാരണം ഈ നദിയിലേക്ക് ഒഴുകി വരുന്ന വലിയ വെള്ളം അതൊന്ന് ഒഴിഞ്ഞു മാറുന്നതിനുള്ള സമയം കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. തുടർച്ചയായി പെയ്ത ദിവസമാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് മിനിയാന്ന്. അന്നാണ് ഈ ഈരാറ്റുപേട്ടയിലും പാലയിലും എല്ലാം വെള്ളം കയറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. ആ വെള്ളം കയറുന്നത് ഒരു മണിക്കൂറുകൾക്ക് ശേഷം ഇറങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷവും ഈ 2 നഗരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നും യെല്ലോ അലർട്ട് പ്രവചനമാണുള്ളത്. കാര്യമായ മഴ ഉണ്ടായേക്കില്ല എന്ന പ്രതീക്ഷയാണുള്ളത്. ഈ അലർട്ടുകൾ എപ്പോൾ വേണമെങ്കിലും മാറാം. പക്ഷെ എന്നാലും രാവിലത്തെ ഒരു കാലാവസ്ഥ നോക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. രഞ്ജിത്ത്, ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കോട്ടയത്ത് ഇന്ന് അല്പം ഒന്ന് മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴും പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടടക്കം തുടരുന്നുണ്ട് എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നമുക്ക് സംസ്ഥാനത്ത് ഉടനീളം മഴയിൽ അല്പം ഒരു ശമനം രാവിലെ ഉണ്ട് എന്ന വിവരങ്ങൾ പൊതുവെ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കാലവർഷം കൂടി എത്തിക്കഴിയുമ്പോൾ ഏത് തരത്തിലാണ് മഴ നമ്മളോട് പ്രതികരിക്കുക എന്നത് കാത്തിരുന്ന് കാണണം. കാരണം ഈ വേനൽ മഴയിൽ തന്നെ സംസ്ഥാനമൊക്കെ വെള്ളത്തിലായ കാഴ്ച കണ്ടിരുന്നു. ഒരുപക്ഷെ ആദ്യമായിരിക്കും വേനൽ മഴയിൽ ഇത്രയധികം കെടുതിയിലേക്ക് കേരളം കടക്കുന്നത്. പക്ഷേ ഈ കാലവർഷം കൂടി വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാകുമെന്നുള്ള ഭീതി നമുക്കുണ്ട്. കരുതലോടെ ജാഗ്രതയോടെ ഇരിക്കാം എന്നുള്ളതാണ്. നവമി, കാലവർഷം ഇന്ന് വരികയാണ്. ഈ 2 ദിവസം 3 ദിവസം വേനൽ മഴ തകർത്ത് പെയ്തപ്പോൾ തന്നെ കൊച്ചി ഒട്ടാകെ വെള്ളത്തിലായി. കാലവർഷം വരുമ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ വേണം. ഓടകളും കാനകളും വൃത്തിയാക്കണം. ഇന്നലെ ഹൈക്കോടതി ശക്തമായ പരാമർശം കൊച്ചിയിലെ പൊതുജനങ്ങൾക്കെതിരെ നടത്തിയിരുന്നു. കാരണം മാലിന്യം വലിച്ചെറിഞ്ഞതിനെതിരെ കൂടുതൽ നടപടികൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കുന്നുണ്ടോ? ഇനി എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ? രഞ്ജിത്ത്, കോർപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും ഇതുവരേക്കും നടത്തിയിട്ടില്ല. ഇന്നലെ വലിയ രൂക്ഷമായിട്ടുള്ള രീതിയിലെ വിമർശനമാണ് ഹൈക്കോടതി കൊച്ചി കോർപ്പറേഷനെയും ഒപ്പം തൃക്കാക്കര കളമശ്ശേരി നഗരസഭയ്ക്കെതിരെയും ഉന്നയിച്ചത്. ഈ മഴ ഉച്ചിയിൽ വന്ന് നിൽക്കുമ്പോഴല്ല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതോടൊപ്പം ഈ ആളുകൾക്ക്, ജനങ്ങളും കൂടി ഇതിൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കണം. ഇങ്ങനെ കാനകളെ വൃത്തിയാക്കിയതിനു ശേഷം വീണ്ടും അവിടേക്ക് പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും ഒക്കെ കൊണ്ടിടുന്നത് ശരിയായ രീതിയിലുള്ള, അവർക്ക് തന്നെ ഇതിന്റെ ഒരു ദുരിതം അനുഭവിക്കേണ്ടി വരും. പിന്നീട് ഈ റെസിഡൻസ് അസോസിയേഷനുകളെ വരെ കേസെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഹൈക്കോടതിയെ കടത്തരുത് എന്നുള്ളൊരു വിമർശനം കൂടി ഹൈക്കോടതി ഇന്നലെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും കൊച്ചി കോർപ്പറേഷനോ മേയറോ അല്ലെങ്കിൽ നഗരസഭ ചെയർപേഴ്സൺമാരോ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം തന്നിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബസ് സ്റ്റാൻഡിലാണ്. ഈ ബസ് സ്റ്റാൻഡിൽ രഞ്ജിത്ത്, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. എന്തുമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് മാലിന്യങ്ങളുമാണ് ഇവിടെ അടിഞ്ഞു കൂടിയിരിക്കുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകും. ഈ വെള്ളക്കെട്ട് വരുമ്പോൾ ഇതെല്ലാം തന്നെയാണ് ഈ കാനകളിലേക്ക് ഒഴുകി പോകുന്നത്. ഈ കാനകളിൽ നിന്ന് കോരിയ മാലിന്യങ്ങൾ ഈ 2 സൈഡിലുമായി കോരി വെക്കുന്നു എന്നതിലപ്പുറത്തേക്ക് ഇത് കൃത്യമായി കൊണ്ടുപോകുവാനോ മറ്റെവിടെയെങ്കിലും കൊണ്ട് കളയാനോ ഒന്നും കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല. ഇത് കാനയാണ്. ഇവിടെ നിന്ന് KSRTC സ്റ്റാൻഡിൽ നിന്നും ഒഴുകിയെത്തുന്ന
വെള്ളം ഈ പോകേണ്ടത് ഈ കാനയിലേക്കാണ്. ഒരു 2 മണിക്കൂർ ഈ മഴ തുടർച്ചയായി പെയ്താൽ ഈ കാന നിറയും. ഈ കാന നിറഞ്ഞ് ഈ വെള്ളം തന്നെയാണ് KSRTC സ്റ്റാൻഡിന്റെ ഉള്ളിലേക്കും ഇതിൽ കൂടി നടന്നു വരുന്ന ജനങ്ങളിലേക്കും ഇതിലെ യാത്രക്കാർക്കുമൊക്കെ ഈ വെള്ളത്തിൽ കൂടി വേണം നടന്നു പോകാൻ. എനിക്ക് ചുറ്റും കാണുന്ന ഇതെല്ലാം വേസ്റ്റുകളാണ്, പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാകും കൊച്ചി കോർപ്പറേഷൻ എത്രമാത്രം കാര്യക്ഷമമായി അവരുടെ ജോലി ചെയ്തു എന്ന്. ഹൈക്കോടതി വിമർശിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. കാരണം അത്രമാത്രം മാലിന്യങ്ങളാണ് ഇവിടെ കോരി വെച്ചിരിക്കുന്നത്. ഇതൊന്ന് കൊണ്ടുപോയി സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി പോലും കൊച്ചി കോർപ്പറേഷൻ കൃത്യമായി നടത്തിയിട്ടില്ല. ഈ കാനകളിലേക്കുള്ള ഒഴുക്ക് പിന്നെ എങ്ങനെയാണ് സുഗമമായി നടക്കുക? അത്രമാത്രം മാലിന്യങ്ങളാണ് 2 സൈഡിലുമായി വെച്ചിരിക്കുന്നത്. ഇത് ഈ കാനയുടെ സൈഡിലെ മാത്രം കാര്യമല്ല, ഈ KSRTC സ്റ്റാൻഡിന്റെ ഉള്ളിലും ഇത് തന്നെയാണ് സ്ഥിതി. ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ അത് അവിടെ തന്നെ കിടക്കുന്നു. ഈ കാനകളിലൊക്കെ അടഞ്ഞ് പോകുന്ന ഒരു സാഹചര്യം ഈ കാനകളിലൊക്കെ കണ്ടില്ലേ? വേസ്റ്റുകളൊക്കെ ഇപ്പോഴും ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ തടഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാനയുടെ ഒഴുക്ക് സുഗമമായി നടത്താൻ കഴിയാത്തത്. ഇത് തന്നെയാണ് ഇവിടെ വെള്ളക്കെട്ടിന് പ്രധാനപ്പെട്ട കാര്യം. യാതൊരുവിധ പ്രവർത്തനങ്ങൾ കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും നടക്കുന്നില്ല. മേയർ പറയുന്നത് അപ്രതീക്ഷിതമായ മഴയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മേഘവിസ്ഫോടനമോ ഒക്കെ വന്നതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കെട്ടുന്നത്. പക്ഷെ ഇതൊന്നുമല്ല. ഇവിടെ വന്ന് പരിശോധിച്ചാൽ, മേയർ ഇവിടെ വന്ന് ഇറങ്ങി നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ പ്ലാസ്റ്റിക്കുകളും മറ്റ് മാലിന്യങ്ങളും അടഞ്ഞു തന്നെയാണ് ഇവിടെയുള്ള കാനകളൊക്കെ ഇങ്ങനെ വെള്ളക്കെട്ടിൽ മുങ്ങി നിൽക്കുന്നതെന്ന്. ഇതൊക്കെ അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും ഈ സാധാരണക്കാരായ യാത്രക്കാരുമാണ്. അവരൊക്കെ രാവിലെ പുലർച്ചെ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നവരുണ്ട്, ദൂരെ യാത്രയ്ക്കൊക്കെ പോകുന്നതിന് വേണ്ടി. പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക്, സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയാതെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഒരു മഴ കൂടി പെയ്താൽ ഇവരെവിടെയാണ് നിൽക്കുക എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ഈ വേസ്റ്റുകൾ കണ്ടില്ലേ? ഇതൊക്കെ KSRTC സ്റ്റാൻഡിന്റെ ഉള്ളിലെ കാഴ്ചകളാണ്. ഇതിനിടയ്ക്ക് എവിടെയാണ് ജനങ്ങൾ നിൽക്കുക? പകർച്ചവ്യാധികളും അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാൻ വേറെ എങ്ങും പോകണ്ട, ഇതുപോലെ കൊച്ചിയിലെ പലയിടങ്ങളിലും ചെന്ന് നിന്നാൽ മതി. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ ഇതെങ്കിലും കണ്ട് വീണ്ടും ഈ പ്രവർത്തനങ്ങൾ, ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ശക്തമായി നടത്തുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കാനുള്ളത്. നമുക്ക് യാത്രക്കാരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഈ സ്റ്റാൻഡിൽ